ഹായ് ഹലോ എവ്രി വൺ, ദിസ് ഇസ് പ്രമീല. വെൽക്കം ടു IQ ടോക്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് IC38 IRDയുടെ ലൈഫ് ഇൻഷുറൻസിലെ ടോപ്പിക്കാണ്. ചാപ്റ്റർ 14. ഓക്കെ, ചാപ്റ്റർ 14 ഡോക്യുമെൻറ്റേഷൻ പോളിസി കണ്ടീഷൻ 2. ഫസ്റ്റ് പോയിന്റ് ആണ് ഗ്രേസ് പീരിയഡ്. ഗ്രേസ് പീരിയഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം ഇന്നത്തെ ഒരു ഡേറ്റിനാണ് ഒരാൾ പോളിസി അടയ്ക്കേണ്ടതെങ്കിൽ ഇന്നാണ് പോളിസി അടയ്ക്കുന്നില്ല, മുടക്ക് വരുത്താണ്, അതായത് അടയ്ക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം, പൈസയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. അപ്പോൾ കമ്പനി അദ്ദേഹത്തിന് ഒരു ഗ്രേസ് പീരീഡ് കൊടുക്കും. അത് 31 ദിവസം അല്ലെങ്കിൽ 1 മന്ത് എന്നാണ് പറയുന്നത്. 31 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിന്റെ മാക്സിമം ഡേയ്സും, 30 ദിവസം 28, 29 കോമൺ ആയിട്ട് 1 മന്ത് എന്നാണ് പറയുന്നത്. ഇനി മന്ത്ലി മോഡായിട്ടാണ് ഒരു പോളിസി ചെയ്യുന്നവർക്ക് 15 ദിവസമാണ് ഗ്രേസ് പീരീഡ് കിട്ടുക. ഗ്രേസ് പീരീഡ് കഴിഞ്ഞിട്ടും പോളിസി ചെയ്തില്ലെങ്കിൽ അത് ലാപ്സ് ആവും. അതായത് ഇവിടെ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ കമ്പനിയും ആ കരാറ് ബ്രേക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ മ്യൂച്വൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. അങ്ങനെ ലാപ്സ് ആയിട്ടുള്ള ഒരു പോളിസി നമുക്ക് പിന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് ഡെത്ത് ക്ലെയിം ഒന്നും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞിട്ടുള്ള ഡെത്ത് ക്ലെയിമോ പറഞ്ഞിട്ടുള്ള സമ്മർഷേഡോ ഒന്നും കൊടുക്കില്ല. ബിക്കോസ് ദ പ്രപ്പോസൽ ബ്രോക്ക് ദ കോൺട്രാക്ട്. അപ്പോൾ ഇതൊരു ലീഗൽ കോൺട്രാക്ട് ആയതുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങടെ ആനുകൂല്യങ്ങൾ പറയുന്ന ആ പീരീഡിന്, ഇപ്പോൾ 20 വർഷത്തെ പോളിസി ആണെങ്കിൽ 10 years എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ 10 years കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 20ാമത്തെ വർഷം വരെ വെയിറ്റ് ചെയ്യണം. അതാണ് ആ കോൺട്രാക്റ്റിന്റെ ഉടമ്പടി. അത് പകുതിയിൽ വെച്ച് എവിടെയെങ്കിലും ലാപ്സ് ആയിട്ട്, അതായത് പോളിസി അടയ്ക്കാണ്ട് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളൊന്നും കമ്പനി കൊടുക്കാൻ ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് തന്നെ ഡെത്ത് ക്ലെയിം സംഭവിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതൊരു മ്യൂച്വൽ കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു. ഒരു വ്യക്തി ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു റിസ്കിനെ കവർ ചെയ്യാനാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ അദ്ദേഹം ഈ റിസ്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന സമയത്ത് കമ്പനി അവരെ ഹെൽപ്പ് ചെയ്യുന്നതല്ല, ക്ലെയിം കിട്ടില്ല. അപ്പൊ ഇവിടെ കമ്പനിക്ക് സംഭവിക്കുന്നത് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് കൊണ്ടാണ് അവിടെ ഒരു ബോണസ് ഉണ്ടാകുന്നതും പ്രോഫിറ്റ് ഉണ്ടാകുന്നതും. അപ്പൊ കമ്പനിക്ക് നാളെ മുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഫണ്ട് വരുന്നില്ല. അപ്പൊ കമ്പനിക്ക് നഷ്ടം. നാളെ ഈ വ്യക്തിക്കും ക്ലെയിം ചെയ്യുന്ന സമയത്ത് കിട്ടൂല. അപ്പൊ ഒരു മ്യൂച്വൽ കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇതിവിടെ ബാധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി ഇത് ഒരാൾ പുതുക്കിയെടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ വളരെയധികം പ്രൊമോട്ട് ചെയ്യും. 4 തരത്തിൽ അത് പുതുക്കിയെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. റിവൈവൽ ഓർ റീഇൻസ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ചില കേസുകളിൽ മെഡിക്കൽ വേണ്ടി വരും. അതുവരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ, അതുകൊണ്ടാണോ ഇവർ ഇതിനകത്തേക്ക് വീണ്ടും വരുന്നത് എന്നൊക്കെ കമ്പനി ചെക്ക് ചെയ്യും. പിന്നെ മെഡിക്കൽ വേണമെങ്കിൽ മെഡിക്കൽ എടുക്കണം. അതുപോലെ തന്നെ എന്തുകൊണ്ട് വീണ്ടും പുതുക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ റീസണും കമ്പനിയോട് നമ്മൾ പറയേണ്ടി വരും. ഒരു പോളിസി ലാപ്സ് ആയാൽ അതുവരെ അടച്ച എല്ലാ പ്രീമിയവും കൈയടക്കുവാൻ ഇൻഷുറൻസ് കമ്പനികളെ അനുവദിക്കുന്നതല്ല. ഇപ്പൊ 3 years ആണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ലാപ്സ് ആയി പോയി ആ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അടച്ചിട്ടുള്ള പണം മുഴുവനും കമ്പനിക്ക് കണ്ടുകെട്ടാനുള്ള അവകാശമില്ല. IRDയുടെ റൂൾ പ്രകാരം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. പോളിസി ഗഡുക്കളിൽ മുടക്കം വരികയാണെങ്കിൽ പോളിസി ഉടമയുടെ താല്പര്യം സംരക്ഷിക്കുവാനുള്ള പല സുരക്ഷാ നടപടികളും പോളിസിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത്തരം വ്യവസ്ഥകളെ നോൺ ഫോർഫീച്ചർ പ്രൊവിഷൻസ് അല്ലെങ്കിൽ നോൺ ഫോർഫീച്ചർ വ്യവസ്ഥകൾ എന്ന് പറയുന്നു. അത്ര കാലം വരെ പോളിസി അടച്ചു പോയതിന്റെ ഫണ്ടും കാര്യങ്ങളും കമ്പനി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരടച്ചിട്ടുള്ള ആ എമൗണ്ടുമേ അവർക്ക് ഒരു ആനുകൂല്യം കിട്ടും. ഇൻഷുറൻസ് കമ്പനികൾ സാധാരണയായി അവർക്കൊരു സാധാരണ പോളിസിയെ പെയ്ഡ് അപ്പ് പോളിസിയായി മാറ്റുവാനുള്ള അവകാശം നൽകാറുണ്ട്. ഇപ്പൊ മിനിമം 2 years ആണെങ്കിൽ ആ അടച്ച പ്രീമിയത്തിന്റെ ഒരു നിശ്ചിത തുക അവർക്ക് ആനുകൂല്യമായിട്ട് കൊടുക്കുന്നു. ഒരു പെയ്ഡ് അപ്പ് പോളിസിയിൽ അടച്ച പ്രീമിയത്തിന്റെ അനുപാതത്തിൽ ഇൻഷുറൻസ് തുക ചുരുങ്ങുന്നതായിരിക്കും. കരാറിന്റെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി പോളിസിയിൽ ഇതുവരെ അടച്ച പ്രീമിയത്തിന്റെ അടിസ്ഥാനത്തിൽ പോളിസി സ്വമേധയാ ഓട്ടോമാറ്റിക്കലി പെയ്ഡ് അപ്പ് ആകുന്നു. അപ്പോൾ ലാപ്സ് ആയാലും ആ വ്യക്തി അതുവരെ അടച്ചിട്ടുള്ളത് ഒരു പെയ്ഡ് അപ്പ് വാല്യൂ പോലെ, ഡെത്ത് സംഭവിച്ചാൽ ഡെത്ത് ബെനിഫിറ്റ് കിട്ടില്ല, പക്ഷെ അതുവരെ ആൾ അടച്ചിട്ടുള്ളത് ഒരു പെയ്ഡ് അപ്പ് വാല്യൂ പോലെയായിട്ട് അദ്ദേഹത്തിന് കിട്ടും. ഒരു പെയ്ഡ് അപ്പ് ആയ ചുരുങ്ങിയത് 2 വർഷം പൂർത്തീകരിച്ച പോളിസിയിൽ അതിന്റെ കാലാവധി എത്തുന്നതിന് മുമ്പ് പോളിസി കരാർ അവസാനിപ്പിച്ചു. പോളിസി വ്യവസ്ഥകൾ പ്രകാരം ലഭിക്കുന്ന തുകയെയാണ് സറണ്ടർ മൂല്യം എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു കോൺട്രാക്ട് ബ്രേക്കായി ഒരു ഫണ്ട് അവിടെ അദ്ദേഹത്തിന്റെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ മേലെ ഫണ്ട് കൊടുക്കുന്നതാണ് സറണ്ടർ മൂല്യം.
സാധാരണമായി സറണ്ടർ വാല്യൂ എന്നത് അടച്ച പ്രീമിയത്തിന്റെയോ അല്ലെങ്കിൽ പെയ്ഡപ്പ് വാല്യൂവിന്റെ ഒരു നിശ്ചിത ശതമാനമായിരിക്കും. സറണ്ടർ വാല്യൂ എന്ന് പറയുന്നത് അതുവരെ അടച്ചിട്ടുള്ള പ്രീമിയമോ അല്ലെങ്കിൽ പെയ്ഡപ്പ് വാല്യൂവിന്റെ ഒരു നിശ്ചിത തുകയായിരിക്കും ഈ സറണ്ടർ വാല്യൂ. ഏറ്റവും ചുരുങ്ങിയ സുനിശ്ചിത സറണ്ടർ വാല്യൂ എത്രയാണെന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോസ്പെക്ടസിലും പോളിസി പ്രമാണത്തിലും വ്യക്തമാക്കിയിട്ടുണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചും പ്രോസ്പെക്ട്സിൽ പറയണം. അപ്പൊ അതിലാണ് ഒന്നുകിൽ പോളിസി ഡോക്യുമെന്റിൽ അതുപോലെ പ്രോസ്പെക്ട്സിലൊക്കെ അത് എത്രയാണ് ഇതിന്റെ സറണ്ടർ വാല്യൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സറണ്ടർ ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടുക എന്നൊക്കെ അതിനകത്ത് ഓരോ കമ്പനികളും ഓരോ പ്രോഡക്റ്റുമേ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് എന്താണ് ഫോർക്ലോഷർ എന്ന് നോക്കാം. പോളിസി ഈടായി ഇൻഷുർ ചെയ്ത കമ്പനിയിൽ നിന്നും വായ്പ എടുത്ത പോളിസി ഉടമ മുതലോ പലിശയോ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ കുടിശ്ശികയായി വന്ന മുതലും പലിശയും വസൂൽ ചെയ്യുന്നതിനെ ഇൻഷുറൻസ് കമ്പനികൾ തന്നെ പോളിസി സറണ്ടർ ചെയ്യുന്നതിനെയാണ് ഫോർക്ലോഷർ എന്ന് പറയുന്നത്. സറണ്ടർ വാല്യൂവിൽ വായ്പയും പലിശയും ഈടാക്കിയതിനു ശേഷം അവശേഷിക്കുന്ന ബാക്കി തുക പോളിസി ഉടമയ്ക്ക് നൽകുന്നതാണ്. ഇപ്പൊ നമ്മൾ അടച്ചിട്ടുള്ള ഒരു പോളിസിമേ ലോൺ എടുക്കാം. നമുക്ക് അല്ലെ ലോൺ എടുത്തിട്ട് അതിലേക്ക് പലിശയും മുതലൊന്നും അടിക്കാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ കമ്പനിക്ക് ഓട്ടോമാറ്റിക് നഷ്ടം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കമ്പനി ഇതിനെ മുൻകൂട്ടി തന്നെ ഫോർക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ തീരണേക്കാട്ടും മുമ്പ് കമ്പനിക്ക് ബാധ്യത വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ പോളിസി ക്ലോസ് ചെയ്യും. അതിന് ഫോർക്ലോഷർ എന്ന് പറയുന്നത്. ഇനി ആ എമൗണ്ടിൽ എന്തെങ്കിലും പൈസ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇനി ഈ പോളിസീനെ ലാപ്സ് ആയാൽ എങ്ങനെ പുതുക്കിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഓർഡിനറി റിവൈവൽ, സാധാരണ പുനരുദ്ധാരണം. പലിശയോട് കൂടി കുടിശ്ശിക പ്രീമിയം അടയ്ക്കുന്ന ലളിതമായ രീതിയാണിത്. ഇൻഷുറൻസ് തുടരുന്നതിനുള്ള തൃപ്തികരമായ തെളിവ് സ്വാഭാവികമായും പരിഗണിക്കപ്പെടും. അതായത് ഏറ്റവും ഓർഡിനറി ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. അതുവരെയുള്ള ഇൻട്രസ്റ്റ് നമ്മൾ പെനാൽറ്റി ആയിട്ട് അടയ്ക്കുകയും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ പോളിസി പുതുക്കുന്നത് എന്നുള്ള വളരെ ന്യായീകരിക്കാവുന്ന അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ നമ്മൾ കമ്പനിയോട് പറയുകയും വേണം. സ്പെഷ്യൽ റിവൈവൽ, പ്രത്യേക പുനരുദ്ധാരണം. 3 വർഷത്തിൽ താഴെ മാത്രം പ്രാബല്യത്തിൽ ഉണ്ടാവുകയും സറണ്ടർ മൂല്യം നേടാത്തതും 1 വർഷത്തിൽ കൂടുതൽ ലാപ്സ് ആയിരിക്കുകയും ചെയ്ത പോളിസികളിൽ പുനരുദ്ധാരണത്തിന് ഈ രീതി അവലംബിക്കുന്നു. 3 വർഷത്തിൽ താഴെയാകാം, അതുപോലെ തന്നെ ഒരേ 1 വർഷം മാത്രം ലാപ്സ് ആയിട്ടിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ സ്പെഷ്യൽ റിവൈവൽ. ഇതുപോലെ തന്നെ പെനാൽറ്റി അടയ്ക്കേണ്ടി വരും. അതുവരെയുള്ള ഇൻട്രസ്റ്റ് അടച്ചിട്ട് നമുക്ക് വീണ്ടും ആസ് യൂഷ്വൽ പോലെ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ലോൺ കം റിവൈവൽ, ലോണും പുനരുദ്ധാരണവും. സറണ്ടർ വാല്യൂ നേടിയ പോളിസികളിൽ അനുവദിക്കുന്ന ലോൺ ഉപയോഗിച്ച് പലിശയും കുടിശ്ശിക പ്രീമിയം അടയ്ക്കുന്ന രീതിയാണ്. ഇതിനകത്തൊരു സറണ്ടർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ മേലെ നമുക്ക് ലോൺ എടുത്തിട്ട് ഇതുവരെ പെൻഡിങ്ങിലുള്ള പ്രീമിയങ്ങൾ അടച്ചിട്ട് ഒരു ലോൺ അടച്ചു പോകുന്ന പോലെ അതിന്റെ ഇൻട്രസ്റ്റും ലോൺ അടച്ചു പോകുന്ന പോലെ പിന്നീട് അങ്ങോട്ട് സാധാരണ പോലെ നമുക്ക് അടച്ചു പോകാനായിട്ട് പറ്റും. ഇവിടെയാണ് ഫോർക്ലോഷർ പറയുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് പ്രീമിയം കറക്റ്റായിട്ട് നിങ്ങൾ ലോൺ അടച്ചില്ല, അതിന്റെ ഇൻട്രസ്റ്റ് അടച്ചില്ല എന്ന് വെച്ചാൽ കമ്പനിക്ക് ബാധ്യത വരുന്നു എന്ന് കണ്ടാലാണ് ഫോർക്ലോഷർ ചെയ്യുക. ഇൻസ്റ്റാൾമെന്റ് റിവൈവൽ, കുടിശ്ശിക മൊത്തമായി അടയ്ക്കുവാനോ പ്രത്യേക റിവൈവൽ വഴി പോളിസി പുനരുദ്ധരിക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ ഇൻസ്റ്റാൾമെന്റ് റിവൈവൽ അനുവദിക്കുന്നു. കുടിശ്ശിക തുക വരുന്ന 2 വർഷത്തെ പ്രീമിയത്തിനൊപ്പം ഇൻസ്റ്റാൾമെന്റ് ആയി അടയ്ക്കുന്ന രീതിയാണിത്. ഒരാൾക്ക് മൊത്തമായിട്ട് ഫണ്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹം അത് ബ്രേക്ക് ആക്കണേ അല്ലേ. അപ്പൊ ഒരാൾ ഇത്രയും ഒരു 5 ലക്ഷമൊക്കെയാണ് അടയ്ക്കേണ്ടതെങ്കിൽ അത്രയും എമൗണ്ട് ആൾക്ക് ഒരുമിച്ച് അടയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വലിയ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കുന്ന പോലെ തന്നെ, പക്ഷെ 2 വർഷത്തെ ടൈമാണ് അതിന് കൊടുക്കുന്നത്. അതിനുള്ളിൽ ആള് ഗഡുക്കളായിട്ട് അത്രയും പൈസ അടയ്ക്കാനുള്ളത് അതിൻ്റെ ഇൻട്രസ്റ്റും അടച്ചു തീർക്കണം. അത് കഴിഞ്ഞാൽ സാധാരണ പോലെ ഇയർലി ആൾക്ക് പ്രീമിയം അടച്ചു പോവുകയും ആൾക്ക് ഡെത്ത് ബെനിഫിറ്റ് കിട്ടുകയും സറണ്ടർ വാല്യൂ കിട്ടുകയും ബ്രേക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ ആനുകൂല്യവും പഴയതുപോലെ തന്നെ കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു 20 വർഷത്തെ പോളിസി ആണെങ്കിൽ 10 വർഷം ഇൻവെസ്റ്റ്മെന്റ്, 10 വർഷം വെയിറ്റിംഗ്. അപ്പൊ ആള് 5 വർഷത്തിൽ നിർത്തിയെന്ന് വെച്ചാൽ അത് മുതൽ കണ്ടിന്യൂസ് ചെയ്തു പോവുകയാണെങ്കിൽ 10 വർഷം വരെ ആൾ ചെയ്യുന്നു, 10 വർഷം വെയിറ്റ് ചെയ്യുന്നു. 20th ഇയറിൽ ആൾക്ക് സറണ്ടർ ആയിട്ട് ആ ഫണ്ട് എടുക്കാൻ പറ്റും മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട്. ഇനി എങ്ങാനും ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആൾക്ക് ഡെത്ത് കവറേജ് കിട്ടുകയും ചെയ്യും. അപ്പൊ സാധാരണ പോളിസി പോലെ തന്നെ ബ്രേക്ക് ചെയ്യാനും ചെയ്തു പോകാൻ പറ്റുന്നു ഈ റിവൈവൽ ഓർ റീഇൻസ്റ്റേറ്റ്മെന്റിൽ. അതിനുള്ള 4 ഓപ്ഷൻസ് ആണ്
ഇപ്പം നമ്മൾ പറഞ്ഞതും പഠിച്ചതും. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ നോമിനേഷനെ പറ്റിയാണ് പറയാം. നോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശി അല്ലേ. ഇപ്പം ലൈഫ് അഷേർഡിന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഡെത്ത് ക്ലെയിം വാങ്ങിക്കാൻ അവകാശി ഉണ്ടാവണം. അതാണ് ഈ നോമിനി എന്ന് പറയുന്നത്. അത് സെക്ഷൻ 39 ആണ്. ഇൻഷുറൻസ് കോൺട്രാക്ട് ആക്ട് 1938 സെക്ഷൻ 39 ആണ് നോമിനേഷൻ. സെക്ഷൻ 38 ആണ് അസൈൻമെന്റ് വരുന്നത്. ഓക്കെ, അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവകാശപ്പെട്ട ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ബോണ്ട് മറ്റൊരാൾക്ക് അവകാശപ്പെടുത്തുന്നതിനാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മഹേഷ് എന്ന് പറയുന്ന ഒരാള് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എടുക്കുന്നു, എന്നിട്ട് അസൈൻ ചെയ്ത് കരണ്ട് പേരിൽ കൊടുക്കുന്നു. ഇദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും മഹേഷിന് വന്ന് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിന് ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നത് കരനാണ്. ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് ആരുടെ പേരിലാണെന്ന് അസൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പൊ അവകാശി കരനായി. അതുകൊണ്ടാണ് കരണിന് കിട്ടുക. 2 തരത്തിലാണ് അസൈൻമെന്റ് ഉള്ളത്, ആബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ. കണ്ടീഷണൽ അസൈൻമെന്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു പൈസ കൊടുത്തു തീർക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ 10 ലക്ഷം വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അപ്പൊ എന്റെ ബോണ്ട് ആ ആളുടെ പേരിൽ എഴുതി കൊടുത്തു. ഞാൻ 10 ലക്ഷം അടച്ചു വീട്ടുകയും അതിന്റെ ഇൻട്രസ്റ്റ് അടക്കം അടച്ചു വീട്ടുകയും നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യുമ്പോൾ എനിക്കത് തിരിച്ചു തരണം എന്നുള്ള ഒരു കണ്ടീഷൻ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എനിക്കത് തിരിച്ചു തരണം. ആബ്സല്യൂട്ട് ആണെങ്കിൽ ഞാൻ വിറ്റതുപോലെയാണെന്ന്, ഞാൻ ആ പൈസയൊന്നും അടച്ചു വീട്ടുന്നില്ല, ആൾക്ക് എന്റെ ബോണ്ട് ഞാൻ കൈമാറ്റം പൂർണ്ണ അധികാരം ചെയ്തു. അതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. അസൈൻമെന്റ് വിറ്റ്നസ് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ടും വേണം. പക്ഷെ നമുക്ക് നോമിനേഷനിൽ അത് വേണമെന്ന് നിർബന്ധമില്ല. The person who transfers the rights is called assigner. അവകാശം കൊടുക്കുന്ന ആളെ അസൈനറും വാങ്ങുന്ന ആളെ അസൈനി എന്നാണ് പറയുന്നത്. The assignment of a life insurance policy implies the act of transferring the right, title and interest in the policy to another. കണ്ടോ, അവരുടെ ആ ഒരു റൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. പോളിസി കാലാവധി തീരുമ്പോൾ അസൈനി മരിക്കുമ്പോൾ പോളിസി അസൈനർക്ക് തിരികെ ലഭിക്കുന്ന തര അസൈൻമെന്റ് ആണ് കണ്ടീഷണൽ. കണ്ടോ, അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ആ പോളിസി തിരിച്ചു കൊടുക്കണം. പക്ഷെ ആബ്സല്യൂട്ടാ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ വ്യക്തിക്ക്, ഇപ്പൊ കരണ്ട കേസിൽ അതൊരു ആബ്സല്യൂട്ട് അസൈൻമെന്റ് ആയതുകൊണ്ടാണ് കരണ്ട് അത് കിട്ടുന്നത്. കൈമാറ്റം ചെയ്യപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും പോളിസി അവകാശം അസൈനർക്ക് തിരികെ ലഭിക്കാത്തതൊരു അസൈൻമെന്റ് ആണ് ആബ്സല്യൂട്ട് അസൈൻമെന്റ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ, ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ സെഷൻ. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഈ 14th ചാപ്റ്ററിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരിക്കൽ കൂടി പറയാണ്, ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യണം. ഓൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്, ബി കമ്പാഷനേറ്റ്. ബൈ.